Dear students, in this video we shall discuss about the man-wildlife conflicts. മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള സംഘർഷം. ഇത് ചരിത്രാതീത കാലം തൊട്ടുള്ളതാണ്. മനുഷ്യൻ്റെ ചരിത്രം ആരംഭിക്കും, അല്ലെങ്കിൽ ജീവൻ ഭൂമിയിൽ ഉണ്ടായ കാലം തൊട്ട് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷമുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട്. So the struggle between man and wildlife has been an age-old problem. മനുഷ്യൻ്റെ ആരംഭത്തിലുള്ളൊരു പ്രോബ്ലമാണ്. Man-wildlife conflict refers to the interaction between people and wild animals and resultant negative impact on people or their resources or wild animals or their habitat. മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ മനുഷ്യന് സംഭവിക്കുന്ന നഷ്ടങ്ങൾ, അതുപോലെ തന്നെ വന്യജീവികൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ സംഭവിക്കുന്ന നഷ്ടങ്ങൾ, ഇതാണ് സാധാരണയായിട്ട് ഒരു മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് മനുഷ്യൻ്റെ മേലും വന്യമൃഗങ്ങളുടെ മേലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. മനുഷ്യന് അവൻ്റെ റിസോഴ്സസ് നഷ്ടമാകുന്നു, ജീവൻ നഷ്ടമാകുന്നു. വന്യമൃഗങ്ങൾക്ക് അവയുടെ ഹാബിറ്റാറ്റ്, നാച്ചുറൽ ഹാബിറ്റാറ്റ്, അത് നഷ്ടമാകുന്നു. So conflict between people and animals is one of the main threats to the continued survival of many species in different parts of the world and is also significant threat to local human populations. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സ്പീഷീസിൻ്റെയും നിലനിൽപ്പിനെ തന്നെ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്നത് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റാണ്. അതുപോലെ തന്നെ പല ഏരിയയിലും ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ, ലോക്കൽ പീപ്പിളിൻ്റെ നിലനിൽപ്പിനെ തന്നെ, ലോക്കൽ ഹ്യൂമൻ പോപ്പുലേഷൻസിനെ തന്നെ ഇത് വളരെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു 2 ആഴ്ചയോളമായിട്ട് ന്യൂസ് ചാനലുകളിലും കേരളത്തിലെ പത്രങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയാണ്. വയനാട്ടിൽ കുറുക്കൻ മൂലയിൽ കടുവ ഇറങ്ങി. 2 ആഴ്ചയായിട്ട് കുറുക്കൻ മൂല നിവാസികൾക്ക് ഉറക്കമില്ല. അവിടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, അവർക്ക് ധൈര്യത്തോടെ അവരുടെ കൃഷിപ്പണികൾക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഒരു ഒറ്റയാൻ കടുവ ഇറങ്ങിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇത് അവരുടെ വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതുവരെ മനുഷ്യജീവന് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതും സംഭവിക്കാം. ഇപ്പം നമ്മൾ ഈ കേരളത്തിലൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമാണ് വന്യജീവികളും മനുഷ്യനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്. ഇത് അടുത്ത കാലത്തായിട്ട് ഇപ്പം നമ്മുടെ ഈ വയനാട് മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമുക്കാലും ജില്ലകളിൽ ഈ പ്രശ്നമുണ്ട്. കാരണം അടുത്ത കാലത്തായിട്ട് വന്യജീവികളെ നോക്കിക്കഴിഞ്ഞാൽ ഈ കുറുനരി, കുറുക്കൻ, അതുപോലെ തന്നെ കാട്ടുപന്നികൾ, ഇതിനെല്ലാം ഒരു വളരെ ക്രമാതീതമായൊരു വംശവർദ്ധനം ഉണ്ടായിട്ടുണ്ട്. ഇത് വനങ്ങളിൽ നിന്നും നാട്ടുമ്പുറങ്ങളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു. അതുപോലെ പല പ്രദേശങ്ങളിലും ആന നാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നു. ഇതെല്ലാം സാധാരണ മനുഷ്യൻ്റെ ജീവനെ വളരെ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. സോ ദി കോൺഫ്ലിക്റ്റ് ലീഡ്സ് ടു ലോസിങ് ഓഫ് ക്രോപ്സ്, ദെൻ ലൈഫ് സ്റ്റോക്ക്, പ്രോപ്പർട്ടി, സംടൈംസ് ഈവൻ ഹ്യൂമൻ ലൈഫ്. ഇതെല്ലാം നഷ്ടമാകാൻ മനുഷ്യന് കാരണമാകുന്നു. അവൻ്റെ പ്രോപ്പർട്ടി നഷ്ടമാകുന്നു, അവൻ്റെ ക്രോപ്സ് നഷ്ടമാകുന്നു, അവൻ്റെ ലൈഫ് സ്റ്റോക്ക്, വളർത്തു മൃഗങ്ങൾ പലപ്പോഴും മനുഷ്യജീവിതം തന്നെ നഷ്ടമാകാൻ കാരണമാകാറുണ്ട് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മാൻ ആൻഡ് വൈൽഡ് ലൈഫ്. Then the animals many of which are already threatened or endangered. ഇതുപോലെ തന്നെ പല വൈൽഡ് ആനിമൽസും ഓൾറെഡി ത്രെട്ടൻഡും എൻഡേഞ്ചേർഡുമാണ്. ഈ രീതിയിൽ കോൺഫ്ലിക്റ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല വന്യജീവികളും ഭൂമുഖത്തുനിന്നും അപ്രത്യക്ഷമാവാം. ഇത് 2 കൂട്ടർക്കും ഡേഞ്ചറുണ്ട്. വന്യമൃഗങ്ങൾക്കുള്ളതുപോലെ തന്നെ മനുഷ്യജീവനും ഡേഞ്ചറുണ്ട്. ദെൻ സോ കോസസ് ഓഫ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ്, പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ഇത് 2020 മാർച്ചിൽ 15 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. സോ വാട്ട് ആർ ദി മെയിൻ കോസസ് ഓഫ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്? എന്താണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ? മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ മെയിൻ കോസസ് എന്താണ്? ഹൗ ക്യാൻ ഇറ്റ് ബി റെഡ്യൂസ്ഡ്? ഇത് 15 മാർക്കിന് ചോദിച്ചതാണ്. 2020 മാർച്ചിൽ ചോദിച്ചതാണ്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്നതുമാണ്. ഇത് പഠിച്ചാൽ നന്നായിരിക്കും.
നമ്മൾ ആ കോസസ് പ്രധാനമായിട്ട് ഒന്നാമത്തെ കാരണം എന്താ, ലിമിറ്റഡ് റിസോഴ്സസ്. ഈ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഇപ്പം മനുഷ്യനും വന്യജീവികൾക്കും ആവശ്യമായ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മനുഷ്യൻ പലപ്പോഴും വന്യമൃഗങ്ങളുടെ റിസോഴ്സസിൽ എൻക്രോച്ച് ചെയ്യുന്നു, ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിൽ എൻക്രോച്ച് ചെയ്യുന്നു. അതൊരു കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നു. ലിമിറ്റഡ് റിസോഴ്സസ്, ദെൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യയിൽ വരുന്ന വർധനവ്. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ബോത്ത് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് സം സ്പീഷീസ് ഓഫ് ആനിമൽസ്. മനുഷ്യൻ്റെ മാത്രമല്ല, ചില പ്രത്യേക സ്പീഷീസിൽപ്പെട്ട മൃഗങ്ങളുടെയും നമ്പറിൽ അല്ലെങ്കിൽ പോപ്പുലേഷനിൽ ക്രമാതീതമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ, അവരവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് എൻക്രോച്ച് ചെയ്യും. ജനവാസ കേന്ദ്രങ്ങളിൽ പോയി മനുഷ്യൻ്റെ കൃഷിയും പ്രോപ്പർട്ടിയും ഒക്കെ നശിപ്പിക്കും. പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വൈൽഡ് പന്നികൾ, കാട്ടുപന്നികൾ അടുത്ത കാലത്തായിട്ട് കൃഷിസ്ഥലങ്ങൾ ക്രമാതീതമായിട്ട് കാട്ടുപന്നിയുടെ ആക്രമണത്തിന് ഇടയാകാറുണ്ട്. അതുപോലെ കുറുനരി, കുറുക്കൻ, ഇതൊക്കെ നാട്ടിൻപുറങ്ങളിലേക്ക് വന്നു വനം വിട്ടിട്ട്. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമുക്കാലും ഗ്രാമപ്രദേശങ്ങളിൽ ഇവിടെ എല്ലാം ശല്യമുണ്ട്. ദെൻ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഷ്രിങ്കിങ് ഓഫ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ. ഈ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ അത് വിഭജിക്കപ്പെട്ടു പോകുന്നു. പലപ്പോഴും പല കൺസ്ട്രക്ഷൻ വർക്കിലൂടെ ഹൈവേസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടൗൺഷിപ്പുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, ഡാംസിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതോടുകൂടി വന്യമൃഗങ്ങളുടെ ആ ഒറിജിനൽ ഹാബിറ്റാറ്റ് പലതായിട്ട് വിഭജിക്കപ്പെട്ടു പോകുന്നു, അതിൻ്റെ ഏരിയ ചുരുങ്ങി വരുന്നു. ഇതോടുകൂടി വന്യജീവികൾ മനുഷ്യൻ്റെ വാസസ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിർബന്ധിതരാകുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഷ്രിങ്കിങ് ഓഫ് ഹാബിറ്റാറ്റ്. ഇപ്പം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ അതിൻ്റെ ഏരിയ കുറഞ്ഞു വരുന്നു. Then again, excessive use of forest, വനത്തിൻ്റെ എക്സസീവ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഹ്യൂമൻ ബീയിങ്സ്, ടിമ്പർ, അതുപോലെ ഫയർവുഡ്, മറ്റെല്ലാ മെഡിസിനൽ പ്ലാന്റ്സ്, എല്ലാത്തിനും വേണ്ടി മനുഷ്യൻ എക്സസീവായിട്ട് ഫോറസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇത് എല്ലാ മൃഗങ്ങൾക്ക് വലിയൊരു ഡിസ്റ്റർബൻസായി മാറുന്നു. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ദെൻ ഡിക്രീസ് ഇൻ പ്രേ ബേസ്. ഇപ്പം ഇര തേടാനുള്ള, ഇപ്പോൾ വന്യമൃഗങ്ങൾ അവർ ഇര തേടാൻ ഫോറസ്റ്റിൻ്റെ ഏരിയ കുറഞ്ഞു വരുന്നതോടുകൂടി വന്യജീവികൾക്ക് ആവശ്യമായ ഇര അല്ലെങ്കിൽ ആഹാരം വനങ്ങൾക്കുള്ളിൽ കിട്ടാതെ വരുന്നു. ഇപ്പം മനുഷ്യൻ്റെ എക്സസീവായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റി കാരണം വനപ്രദേശങ്ങളുടെ ഏരിയ കുറയുകയും മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാതെ വരികയും ചെയ്യുമ്പം അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നു. ദെൻ നെക്സ്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇത് വന്യമൃഗങ്ങളെ ആവാസ വ്യവസ്ഥയെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, വലിയ ഡാമുകൾ ചിലപ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്യും. ഇപ്പം 10,000-കണക്കിന് ഹെക്ടർ ഭൂമിയാണ് വെള്ളത്തിനടിയിലായി പോകുന്നത്. ആ പ്രദേശങ്ങൾ മൃഗങ്ങളെല്ലാം മറ്റു പ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറേ വന്യമൃഗങ്ങളൊക്കെ ചത്തുകെട്ട് പോയെന്ന് വരും, വെള്ളത്തിൽ മുങ്ങിയൊക്കെ ഇല്ലാതായി പോയെന്ന് വരും. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അത് ഹൈവേസ്, റെയിൽവേസ്, ഡാംസ്, ദെൻ ഇതെല്ലാം വൈൽഡ് ലൈഫിനെ അഫക്റ്റ് ചെയ്യും. ടൗൺഷിപ്പുകളുടെ കൺസ്ട്രക്ഷൻ പോലും പലപ്പോഴും ഫോറസ്റ്റ് ഏരിയയിലാണ്. ഈ പറഞ്ഞിരിക്കുന്ന 6 കാരണങ്ങളാണ് പ്രധാനമായിട്ട് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന് നോട്ട് ചെയ്യാറുള്ളത്. ഇപ്പം മെയിൻ കോസസ് ഓഫ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് പ്രധാനമായിട്ടും 6 കാരണങ്ങളാണ്. ദെൻ ഹൗ വി ക്യാൻ റെഡ്യൂസ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, എങ്ങനെ നമുക്കിതിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇല്ലാതാക്കുക എന്നുള്ളത് അതത്ര പ്രായോഗികമല്ല. എന്നിരുന്നാലും ഇത് പരമാവധി എങ്ങനെ നമുക്കിതിനെ കുറച്ചു കൊണ്ടുവരാം. ഹൗ ടു റെഡ്യൂസ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. ഫോർ ദാറ്റ് ദി ഫസ്റ്റ് മെത്തേഡ് സ്ട്രോങ്ങർ ഫോറസ്റ്റ് ഗാർഡ്സ്, കൂടുതൽ ഫോറസ്റ്റ് ഗാർഡുമാരെ നിയമിക്കുക, അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങും എക്യുപ്മെൻസും കൊടുക്കുക. സെക്കൻഡ്ലി, പ്രൊട്ടക്റ്റിംഗ് ഐഡൻറ്റിഫൈഡ് ലൊക്കേഷൻസ്. പ്രധാനപ്പെട്ട ഐഡൻറ്റിഫൈ ചെയ്യുന്ന മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന് സാധ്യതയുള്ള ഏരിയ ലൊക്കേറ്റ് ചെയ്യുകയും അതിനെ പ്രത്യേകമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുക. ദെൻ ഇൻസ്റ്റോളിംഗ് ഇലക്ട്രിക് ഫെൻസിങ്. ഇപ്പോൾ വനങ്ങളുടെ അതിർത്തിയിൽ മനുഷ്യൻ്റെ വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ ഗ്രാമങ്ങളെയും വനപ്രദേശങ്ങളെയും വേർതിരിക്കുന്ന ഭാഗങ്ങളിൽ ഇലക്ട്രിക് ഫെൻസിങ്ങിലൂടെ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിനെ തടയുക.
ഈ ഇലക്ട്രിക് ഫെൻസിങ് പലപ്പോഴും യൂസ്ലെസ്സായി പോകുന്നുണ്ട്. കാരണം ഈ വൈൽഡ് ആനിമൽസിലൊക്കെ മനുഷ്യനെ പോലെ തന്നെ എന്താ പ്രായോഗിക ബുദ്ധി കൂടുതലുണ്ട്. ആനയൊക്കെ പല പ്രദേശങ്ങളിലും എന്തായിരുന്നു, അവർ ഈ ഉണക്ക മരങ്ങൾ കൊണ്ടുവന്നിട്ട് ഉണക്ക വൃക്ഷങ്ങൾ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഉണങ്ങിയ കമ്പ് ഉപയോഗിച്ച് ഇലക്ട്രിക് ഫെൻസിങ് അടിച്ച് തകർക്കും. എന്നിട്ട് ആവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഇലക്ട്രിക് ഫെൻസിങ് പോലും ഇപ്പം മൃഗങ്ങളുടെ മുമ്പിൽ ഒരു യൂസ്ലെസ്സായി മാറിയിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ ഓഫ് ഇലക്ട്രിക് ഫെൻസിങ്, ദെൻ ക്രിയേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് വാട്ടർ പോയിന്റ്സ് ഫോർ വൈൽഡ് ലൈഫ്. ഇപ്പം മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കൃത്രിമമായിട്ട് തന്നെ വാട്ടർ പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ മനുഷ്യന് ഉപയോഗിക്കുന്ന വാട്ടർ പോയിന്റുകൾ അല്ലാതെ മൃഗങ്ങൾക്ക് വേണ്ടി കൃത്രിമമായിട്ട് മറ്റ് വാട്ടർ പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ക്രിയേഷൻ ഓഫ് സേഫ് ആനിമൽ സോൺസ്. ഇപ്പോൾ അതുപോലെ റീലൊക്കേഷൻ ഓഫ് ആനിമൽ ഹാബിറ്റാറ്റ്സ് എവേ ഫ്രം റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ് ഹെൽപ്പ് ടു മിനിമൈസ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. ഇപ്പം റീലൊക്കേഷൻ ഓഫ് ആനിമൽ ഹാബിറ്റാറ്റ്സ്, ഇപ്പം വന്യമൃഗങ്ങളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്താണ്, റീലൊക്കേറ്റ് ചെയ്യുക. ഇപ്പം മനുഷ്യൻ്റെ ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ കൂടുതലായിട്ട് തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ഈ വൈൽഡ് ആനിമൽസിൻ്റെ ഹാബിറ്റാറ്റ് റീലൊക്കേറ്റ് ചെയ്യുക, ദൂരേക്ക് കൊണ്ടുപോവുക. അതും കോൺഫ്ലിക്റ്റ് കുറച്ച് കൊണ്ടുവരാൻ സഹായകമാകും. ദെൻ ക്രിയേഷൻ ഓഫ് സേഫ് ആനിമൽ സോൺസ്, അത് ഈ നമ്മുടെ റീലൊക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ എക്സ്പാൻഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് റിസർവ്സ്. ഒരു പ്രൊട്ടക്റ്റഡ് റിസർവ്സ് ഉണ്ട്, വൈൽഡ് ലൈഫ് റിസർവ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനെ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ഏരിയ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. ഈ ഏരിയയിൽ എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റി ടോട്ടലി ബാൻ ചെയ്യുന്നത്. അതോടുകൂടി ഈ ഏരിയ ഒരു സേഫ് ഹെവൻ പോലെ മൃഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പം ദെൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ്. So here community is made responsible for reducing animal-man conflict through decentralized approach of governance or wildlife preservation. ഇപ്പം ജനങ്ങളുടെ തന്നെ ഒരു കോൺട്രിബ്യൂഷനോടുകൂടി സഹകരണത്തോടുകൂടി വൈൽഡ് ലൈഫ് പ്രിസർവേഷനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ജനങ്ങൾ തന്നെ പൊതുജനങ്ങൾ തന്നെ വൈൽഡ് ലൈഫ് മൃഗങ്ങളെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ സേഫായിട്ട് പ്രിസർവ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാഷണൽ പാർക്കുകളും അതുപോലെ വൈൽഡ് ലൈഫ് റിസർവ് ഏരിയാസും ഒക്കെ ഉണ്ടാക്കുന്നത്. ഫോർ ദി പർപ്പസ് അല്ലെങ്കിൽ ഹിയർ കമ്മ്യൂണിറ്റി ഈസ് മെയ്ഡ് റെസ്പോൺസിബിൾ. ഒരു വൈൽഡ് ലൈഫ് പ്രിസർവേഷന് കമ്മ്യൂണിറ്റി റെസ്പോൺസിബിൾ ആക്കുന്നു. ഈ ഫോർ ദി പർപ്പസ് വെരി എക്സ്റ്റെൻസീവ് നാഷണൽ പാർക്സ് ആർ ബിൽറ്റ് ഫോർ വൈൽഡ് ആനിമൽസ്. ഇപ്പം വൈൽഡ് ആനിമൽസിന് വേണ്ടി നാഷണൽ പാർക്കുകൾ സാധാരണ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സാമ്പിൾസ് കാസിരംഗ, ഈ വൺ ഹോൺ റൈനോസ്, ലോകത്തിൽ തന്നെ വംശനാശ ഭീഷണി വീടുന്ന ഒരു സ്പീഷീസാണ് വൺ ഹോൺ റൈനോസ്. ഇത് അസാമിലെ കാസിരംഗ ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. നാഷണൽ പാർക്കിൽ കാസിരംഗ നാഷണൽ പാർക്ക്, സുന്ദർബൻസ് ഒക്കെ ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നാഷണൽ പാർക്കുകളാണ്. നമുക്കിവിടെ 7 കാര്യങ്ങൾ ഇതിൻ്റെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം. ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 6 കോസസും റെമഡിയൽ മെഷേഴ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്സ് ടു റെഡ്യൂസ് മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. ഈ 7 പോയിന്റുകളും അത് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. 2020 ചോദിച്ച ഒരു ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഇത്. വീണ്ടും ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന IUCN കാറ്റഗറൈസേഷൻ ആൻഡ് റെഡ് ലിസ്റ്റ്. IUCN കാറ്റഗറൈസേഷൻ റെഡ് ലിസ്റ്റ്. ഈ IUCN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. വർക്കിംഗ് ദി ഫീൽഡ് ഓഫ് കൺസർവേഷൻ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ റെഡ് ലിസ്റ്റ്, IUCN റെഡ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാനവിടെ ഹൈലൈറ്റ് കാണിച്ചിട്ടുണ്ട്. IUCN റെഡ് ലിസ്റ്റ് ഓഫ് ത്രിട്ടൺ സ്പീഷീസ് ഈസ് ദി വേൾഡ്സ് മോസ്റ്റ് കോംപ്രിഹെൻസീവ് ആൻഡ് അതോറിറ്റേറ്റീവ് ഇൻഫർമേഷൻ സോഴ്സ് on the conservation status of animals, fungi and plant species. ഒരു ഏറ്റവും അതോറിറ്റേറ്റീവായിട്ടുള്ളൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ്. ഇപ്പം ലോകമെമ്പാടും ഉള്ള ഏതൊക്കെ ആനിമൽസ് ഇൻക്ലൂഡിങ് ഫംഗി, പ്ലാന്റ് സ്പീഷീസ് എന്തൊക്കെയാണ് ത്രിട്ടൺ ലിസ്റ്റിൽ അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് സ്റ്റേജിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ അവയെക്കുറിച്ചുള്ളൊരു ഒഫീഷ്യൽ ലിസ്റ്റാണ് IUCN റെഡ് ലിസ്റ്റ്. The red list is a critical indicator of the health of the world's biodiversity. ഇതൊരു ലോകത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഒരു ഇൻഡിക്കേറ്ററാണ്, ഒരു ക്രിട്ടിക്കൽ ഇൻഡിക്കേറ്ററാണ്.
It's a powerful tool to inform and initiate action for biodiversity conservation and policy formulation critical to protecting the natural resources. ഇത് വേണമെങ്കിൽ ഈ 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. സോ റൈറ്റ് എ നോട്ട് ഓൺ IUCN റെഡ് ലിസ്റ്റ്. ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അത് തയ്യാറാക്കിയിരിക്കുന്നത് ദി ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ IUCN കാറ്റഗറൈസ് റെഡ് ലിസ്റ്റിനെ കുറിച്ചൊരു ചെറിയ പാരഗ്രാഫ് ഓർമ്മയിലിരിക്കട്ടെ. ദെൻ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇതൊരു ഇന്നത്തെ ഒരു റിലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഹൗ ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ എന്തുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യണം, ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കൺസേർവ് ചെയ്യാം, ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. So all these species of plants and animals, irrespective of their economic importance, need to be conserved. എല്ലാ പ്ലാന്റ്സും ആനിമൽസും ഈ എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ല, ഒരു സാമ്പത്തിക പ്രാധാന്യമല്ല. So all the animals and plants has to be conserved as they are equally useful for the evolution of biosphere. Different species of plants and animals provide generic materials for the development of the ecosystem. അപ്പോൾ എക്കോസിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും പ്രോപ്പർ മെയിൻ്റനൻസിനും എല്ലാ സ്പീഷീസിനും അതിൻ്റേതായ കോൺട്രിബ്യൂഷനുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ സ്പീഷീസിനെയും കൺസേർവ് ചെയ്യുക എന്നുള്ളത് നേച്ചറിൻ്റെ നിലനിൽപ്പിൽ, എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഡിഫൈൻഡ് ആസ് the management of human use of the biosphere so that it may yield the greatest sustainable benefit to the present generation while maintaining its potential to meet the needs and aspirations of future generations. ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ജനറേഷൻ്റെ സസ്റ്റൈനബിൾ ബെനിഫിറ്റിന് വേണ്ടിയും ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയും ഫ്യൂച്ചർ ജനറേഷൻ്റെ വരും തലമുറകളുടെ ആവശ്യത്തിന് വേണ്ടിയും കൃത്യമായിട്ടും ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ കൺസേർവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അത് പ്രസൻറ്റ് ജനറേഷനും കമ്മിങ് ജനറേഷനും അത്യാവശ്യമാണ്. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് നീഡഡ് ഫോർ ദി പ്രസൻറ്റ് ജനറേഷൻ. നിലവിലുള്ള തലമുറകൾക്കും വരുവാനിരിക്കുന്ന തലമുറകൾക്കും ഒരേപോലെ അത്യാവശ്യമായ ഒരു പ്രവൃത്തിയാണ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഓബ്ജക്റ്റീവ്സ് ഓഫ് കൺസർവേഷൻ ഓഫ് അവർ നാച്ചുറൽ റിസോഴ്സസ്. 1. To maintain essential ecological process and life supporting systems. Secondly, to preserve the diversity of species or the range of genetic materials found in the organisms on the planet. ഇപ്പം നമ്മളെന്താ, പ്രിസേർവ് ദി ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ്, എല്ലാ സ്പീഷീസിനെയും പ്രിസേർവ് ചെയ്യുക. അതുപോലെ ജനറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഈ ഓർഗനിസംസിലൊക്കെ കാണുന്ന, പ്ലാനറ്റ് എർത്തിൽ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽസിനെ പ്രിസർവ് ചെയ്യുക. ആൻഡ് ടു എൻഷുവർ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് സ്പീഷീസ് ആൻഡ് എക്കോസിസ്റ്റംസ് വിച്ച് സപ്പോർട്ട് മില്യൺ ഓഫ് റൂറൽ കമ്മ്യൂണിറ്റീസ് ആസ് വെൽ ആസ് ദി മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഓൾ ഓവർ ദി വേൾഡ്. ഈ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് സ്പീഷീസ് ആൻഡ് എക്കോസിസ്റ്റംസ് അതാണ് കൃത്യമെന്ന് ഉറപ്പാക്കേണ്ടത്. കാരണം ഇതിൻ്റെ പ്രധാന റീസൺ എന്താ, ഈ എക്കോസിസ്റ്റംസും സ്പീഷീസും ഒക്കെയാണ് മില്യൺസ് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റീസ്, ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഇൻഡസ്ട്രികൾക്കും എല്ലാം ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് എന്താണ്, കൺസർവേഷൻ ഓഫ് അവർ നാച്ചുറൽ റിസോഴ്സസ് ഈസ് എ നീഡ് ഓഫ് ദി പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. നമ്മുടെ പ്രസൻറ്റ് ജനറേഷനും കമ്മിങ് ജനറേഷനും ഏറ്റവും അത്യാവശ്യമായ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് കൺസർവേഷൻ ഓഫ് അവർ നാച്ചുറൽ റിസോഴ്സസ്. ഇനി ബേസിക് അപ്രോച്ചസ് ടു വൈൽഡ് ലൈഫ് കൺസർവേഷൻ. നമ്മൾ ഈ വൈൽഡ് ലൈഫ് കൺസർവേഷന് പ്രധാനമായിട്ട് 2 അപ്രോച്ചാണ്. ദെൻ വൺ ഈസ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ ആൻഡ് എക്സിറ്റ്യൂ കൺസർവേഷൻ. ഇത് ഇൻസിറ്റ്യൂ കൺസർവേഷനും എക്സിറ്റ്യൂ കൺസർവേഷനും ഒക്കെ 3 മാർക്കിന് ഷോർട്ട് നോട്ടായിട്ട് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ദെൻ ഇൻസിറ്റ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻസിറ്റ്യൂ ഓർ ഓൺ സിറ്റ്യൂ കൺസർവേഷൻ, ഇത് രണ്ടും ഒന്നാണ്. ഇൻസിറ്റ്യൂ ഓർ ഓൺ സിറ്റ്യൂ കൺസർവേഷൻ മീൻസ് കൺസർവേഷൻ ഓഫ് സ്പീഷീസ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ എക്കോസിസ്റ്റം ഓർ ഈവൻ ഇൻ മാൻ മെയ്ഡ് എക്കോസിസ്റ്റംസ്. നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് എക്കോസിസ്റ്റംസ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒറിജിനൽ ഹാബിറ്റാറ്റിൽ തന്നെ
വൈൽഡ് ലൈഫിനെ കൺസേർവ് ചെയ്യുന്നു വിതൗട്ട് ഡിസ്റ്റർബിങ് ദി വൈൽഡ് ലൈഫ്. എവിടെയാണോ ഒറിജിനലായിട്ടുള്ള ആവാസ വ്യവസ്ഥ അവിടെ അതിനെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് അതേ ആവാസ വ്യവസ്ഥ തന്നെ സൃഷ്ടിച്ച് അവിടെ നമ്മളതിനെ സംരക്ഷിക്കുന്നു. ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ കൃത്രിമമായിട്ടൊരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് അത് ക്യാപ്റ്റീവ് ബ്രീഡിങ് അല്ലെങ്കിൽ ക്യാപ്റ്റീവ് ആയിട്ട് അതിനെ നമ്മൾ നോക്കുക അല്ല ചെയ്യുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് കൺസർവേഷൻ അപ്ലൈസ് ഓൺലി ടു വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ and not to domesticated animals and plants, because conservation is possible by protection of population in nature. നമ്മൾ ഈ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസും അതുപോലെ കൃഷി ചെയ്യുന്ന ക്രോപ്സും ട്രീസും ഒന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. വൈൽഡായിട്ട് തന്നെ ഉള്ളവയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Then in situ conservation is a comprehensive system of protected area which involves setting aside large portions of earth surface for wildlife, with emphasis either to save the entire area or an endangered species. ഇൻ സിറ്റു കൺസർവേഷൻ എന്താണ്? ഒരു പ്രത്യേക ഏരിയ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ആ ഏരിയയിലുള്ള ഫ്ലോറായും ഫോണായും ആനിമൽസിനെ എല്ലാം അതിൻ്റെ ഒറിജിനൽ ഹാബിറ്റാറ്റിൽ തന്നെ സംരക്ഷിക്കുന്നു. So there are different categories of protected areas which are managed with different objectives. These include national parks, sanctuaries, biosphere reserves, etc. നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്കകത്ത് നാഷണൽ പാർക്കുകളും ദെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറികളും ബയോസ്ഫിയർ റിസർവ്സും ഒക്കെ ഉണ്ട്. നമ്മളിത് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. ദെൻ എക്സ് സിറ്റു കൺസർവേഷൻ ഓർ ഓഫ് സൈറ്റ് കൺസർവേഷൻ. നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്താണ്? അതിൻ്റെ ആ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ തന്നെ അതിനെ കൺസർവ് ചെയ്യുന്നു. ഇനി ഒറിജിനലായിട്ടുള്ള ആ ഏരിയ അല്ലെങ്കിൽ കൃത്രിമമായിട്ടൊരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ സൃഷ്ടിച്ചെടുത്തിട്ട് ആ ഏരിയയിൽ വന്യജീവികളെ സംരക്ഷിക്കുക ചെയ്യുന്നത്. എക്സിറ്റു കൺസർവേഷൻ ഓർ ഓഫ് സൈറ്റ് കൺസർവേഷൻ അത് വന്നു കഴിയുമ്പോൾ എന്താ? എക്സിറ്റു കൺസർവേഷൻ മീൻസ് കൺസർവേഷൻ ഓഫ് സ്പീഷീസ്, പർട്ടിക്കുലർലി ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, എവേ ഫ്രം ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് അണ്ടർ ഹ്യൂമൻ സൂപ്പർവിഷൻ. നാച്ചുറൽ ഹാബിറ്റാറ്റിലല്ല, നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്നും വളരെ അകലെ അല്ലെങ്കിൽ ദൂരെ മാറി മനുഷ്യൻ്റെ സൂപ്പർവിഷനുള്ളിൽ മനുഷ്യനവയെ എന്താ കൃത്രിമമായിട്ട് സംരക്ഷിക്കുന്നു. എക്സിറ്റു ഓർ ഓഫ് സൈറ്റ് കൺസർവേഷൻ ഈസ് കൺസർവേഷൻ ഇൻ ക്യാപ്റ്റിവിറ്റി അണ്ടർ ഹ്യൂമൻ കെയർ. ക്യാപ്റ്റിവിറ്റിയിലാണ് മനുഷ്യനെന്താ, മനുഷ്യനിവയെ പിടിച്ചു കൊണ്ടുപോയി ക്യാപ്റ്റീവായിട്ട് തന്നെ, ഇപ്പം ക്യാപ്റ്റീവ് ബ്രീഡിംഗ് എന്നൊക്കെ പറയുന്നതാണ്. കൃത്രിമമായിട്ട് മനുഷ്യനവയെ എന്താണ്, അവയെ ക്യാപ്റ്റിവിറ്റിയിൽ ആണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ കെയറിലും സംരക്ഷണയിലുമാണ്, അതിൻ്റെ ഒറിജിനൽ നാച്ചുറൽ ഹാബിറ്റാറ്റിലല്ല ജീവിക്കുന്നത്. ക്യാപ്റ്റീവ് ബ്രീഡിംഗ് എയിംസ് അറ്റ് മെയിൻറ്റെയിനിങ് viable and healthy genetic captive stocks in conservation facilities and is meant to supplement in situ initiatives. In situ initiatives-നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് നമ്മൾ എക്സ് സിറ്റു കൺസർവേഷൻ ഓർ ഓഫ് സൈറ്റ് കൺസർവേഷൻ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. Then next is protected area concept. A protected area has been defined by the IUCN as a clearly defined geographical space recognized, dedicated and managed through legal or other effective means to achieve the long-term conservation of nature. അപ്പോൾ എന്താ ഇതൊരു ഡിഫൈൻഡ് ജിയോഗ്രാഫിക്കൽ സ്പേസ്, ഒരു പ്രത്യേക ഏരിയ, അവിടെ എന്താ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്യമൃഗങ്ങളുടെയും അല്ലെങ്കിൽ വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണയുടെ കൺസർവേഷന് വേണ്ടി ഒരു ഏരിയ മാർക്ക് ചെയ്ത് സംരക്ഷിക്കുന്നു. ഈ ഒരു കോൺസെപ്റ്റ് എന്താ? പ്രൊട്ടക്റ്റഡ് ഏരിയ കോൺസെപ്റ്റ്. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എയിംസ് ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി ബൈ പ്രൊട്ടക്ടിങ് സ്പീഷീസ്, ഹാബിറ്റാറ്റ്സ് ആൻഡ് അതർ ബയോഡൈവേഴ്സിറ്റി ഫീച്ചേഴ്സ് വിതിൻ ദെയർ ബൗണ്ടറീസ്. ദി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആർ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്സ്, കമ്മ്യൂണിറ്റി റിസർവ്സ്, ബൊട്ടാനിക്കൽ ഗാർഡൻസ് എക്സെട്ര. ഇതെല്ലാം എന്തിലാണ്? നമ്മുടെ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ കോൺസെപ്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ വരുന്നതാണ്. നമ്മൾ നാഷണൽ പാർക്ക് എന്താണെന്ന് നോക്കാം. A national park is a park in use for conservation purposes, and it is a reserve of natural, semi-natural or developed land that a sovereign state declares or owns. National parks are made to conserve wild nature for prosperity and as a symbol of nation's pride. ഒരു രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടാണ് പലപ്പോഴും ഈ നാഷണൽ പാർക്കുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ വൈൽഡ് നേച്ചർ ഓഫ് പ്രോസ്പെരിറ്റി, ഒരു വലിയ ഏരിയ
പ്രൊട്ടക്ട് ഏരിയ ആയിട്ട് നമ്മൾ ഡിമാർക്കേറ്റ് ചെയ്യുന്നു, അതിനെ സംരക്ഷിക്കുന്നു. സോ IUCN has defined national park as its category 2 type of protected area. അത് ഒരു കാറ്റഗറി 2ൽപ്പെട്ട ഒരു പ്രൊട്ടക്ട് ഏരിയ ആൻഡ് നാഷണൽ പാർക്കുകൾ. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആസ് ഓൺ ജൂലൈ 2018 there are 104 national parks in India. 104 നാഷണൽ പാർക്കുകളാണ് ഇന്ത്യയിലുള്ളത്. The largest national park of India is Hemis National Park situated in Jammu and Kashmir. നമ്മൾ നാഷണൽ പാർക്കുകളെ കുറിച്ച് ഇത്രയൊക്കെ ഓർത്തിരുന്നാൽ മതി. ഇതിൻ്റെ പർപ്പസ് എന്താണ്, ഒരു നാഷണൽ പാർക്ക് എന്താണ്, ഇന്ത്യയിൽ എത്ര നാഷണൽ പാർക്കുകളുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണ്, ഇത്രയും നമ്മളെന്താണ് ഒരു മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. താങ്ക്സ് ഫോർ ലിസണിങ് ദിസ് വീഡിയോ.